ഈ ജോണി എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം വെച്ചാൽ ഞാൻ ഉമാ ലോഡ്ജ് അങ്ങനെ അവിടുത്തെ കുറേ എല്ലാ സിനിമാക്കാരും താമസിക്കുന്ന അവിടെ ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾ ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. പ്രതാപചന്ദ്രൻ സാറിനെയും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എങ്ങനെയായിരുന്നു പ്രതാപചന്ദ്രൻ സാറ്? ഞങ്ങളുടെ ആ ജനറേഷനിലുള്ള ആർട്ടിസ്റ്റിനെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വി കീപ്പ് എ ഡിസ്റ്റൻസ്. രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ കാട്ടിൽ പ്രതിഫലം വാങ്ങിച്ച അമ്പിയാണെന്ന് അവകാശപ്പെടുന്നു, ശരിയാണോ? ശരിയൊക്കെ തന്നെയാണ്. എൻ്റെ ദൈവമേ. അതെ അതെ, കാരണം തമിഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ ഞാൻ തന്നെയാണ് വാങ്ങിച്ചത്. കൂടുതൽ ഈ തമിഴിൽ ഒരുപാട് നടന്മാരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒത്തിരി പടം കണ്ടിട്ടുണ്ട്, ഒരുപാട്. കാരണം എല്ലാ വലിയ വലിയ ഹീറോസും ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ളവരും അങ്ങനെ എല്ലാവരും ഉണ്ട് വർക്ക് ചെയ്തു. ഈ തമിഴിലുള്ള അനുഭവം എന്താണ്? എനിക്കങ്ങനെ വലിയ ഒരു ഇതായിട്ട് തോന്നിട്ടില്ല. പക്ഷേ താരാരാധന എന്നെടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്. അയ്യോ, അതായത് ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെ ഞങ്ങളൊരു ഷൂട്ടിങ്ങിന് 20-ാം നൂറ്റാണ്ടാണെന്ന് തോന്നണു, വേളി എന്നും പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയി അവിടെ ഇങ്ങനെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഓഡിയൻസ് കാണാൻ വന്ന് നിന്നിട്ട് അവർ വളരെ ബോറായിട്ട് സംസാരിച്ചു. ഇവനൊക്കെ അവൻ അങ്ങനെ ഏകവചനത്തിൽ സംസാരിക്കലതൊക്കെ വന്നപ്പോൾ ലാലേട്ടൻ വല്ലാതെ ഫീൽ ചെയ്തു, എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ ഒരു ലൊക്കേഷൻ ഞങ്ങൾ പൊള്ളാച്ചിയിൽ പോയി. അപ്പം കമൽഹാസൻ പുള്ളിയാണെന്നുള്ള ഹീറോ. അപ്പോൾ ഞാൻ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് അവിടെ ഷൂട്ടിങ്ങിന് പോകുന്നത്. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട്, സാർ വാങ്ങ സാർ എங்கள் ഊருக்கு വന്നിരിക്കീங்க. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയും ഇവർ സംസാരിക്കുന്ന രീതിയും അത് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഭയങ്കര റൂഡാണ് ഇവിടുത്തെ ആൾക്കാർ. ഞാനൊക്കെ മീൻ ഷൂട്ടിങ്ങിന് കൊല്ലത്ത് പോയപ്പോഴൊക്കെ വല്ലാത്ത ബാഡ് കമൻസും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പല സമയങ്ങളിലും ആ സമയത്ത് ഒരു തമിഴ് പടവും ഒരു മലയാളവും വന്നാൽ ഞാൻ തമിഴേ എടുക്കുകയുള്ളൂ. കാരണം ഇവിടെ ചില ലൊക്കേഷനുകളിൽ അവരുടെ വർത്തമാനം സഹിക്കാൻ പറ്റില്ലായിരുന്നു. താരാരാധന വെച്ച് നോക്കുമ്പോൾ തമിഴ്. എന്തെങ്കിലും തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് മലയാളത്തിൽ കേരളത്തിൽ നിന്ന്? ബാഡ് കമന്റ്സ് അത്രേ ഉള്ളൂ. ബാഡ് കമന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുമോ എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കാലിക്കറ്റിൽ പോയപ്പം സൂചിയില്ലേ, സൂചി തന്നെ ഇങ്ങനെ കീറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫംഗ്ഷൻ ഇങ്ങനെ നടന്നു പോകുമല്ലോ, അപ്പൊ പിന്നോ സൂചി സംതിങ് പിന്നെ ഇങ്ങനെ കീറി. അതിലൊക്കെ ഒരു സന്തോഷം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ അയ്യോ പേടിയാണത്. ഈ സിനിമയിൽ എന്തെങ്കിലും തിക്തമായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ? അതായത് പിന്നെ ഷൂട്ടിങ്ങിന് വിളിച്ചിട്ട് ഡേറ്റ് മാറിപ്പോവോ, അല്ലെ പൈസ തരാതിരിക്കോ, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന്റെ എന്തെങ്കിലും? ഇല്ല, ഡയറക്ടേഴ്സിന്റെ അടുത്തുനിന്ന് റൂഡ് കമന്റ്സ്. അതൊക്കെ ഒരു ഫിലിം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഡയറക്ടർ, ഒരു തെലുഗു ഡയറക്ടർ, അങ്ങനെ ഇങ്ങനെ ഷൂട്ടിങ് നടന്നുകൊണ്ട് അപ്പോൾ എന്തോ ആ ക്യാരക്ടർ ഞാൻ ചെയ്യാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ മൂക്ക് കൊള്ളില്ല, അതെ നിന്റെ ലിപ്പ് കൊള്ളില്ല. എൻ്റെ അടുത്ത് വർത്തമാനത്തിൻ്റെ ഒരു ടീച്ചറായിട്ട് പൊക്കൂടെ, എന്തിനാ അഭിനയിക്കാൻ വന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. എനിക്ക് ഭയങ്കര വിഷമം വന്ന് ഷൂട്ടിങ് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ അല്ലാതിരുന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി മക്കളെ എന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛൻ, എന്ത് പറയുന്നു? ഇല്ല, ഇങ്ങനെ അങ്ങേരെ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. സാരമില്ല, നിന്റെ മൂക്കും നിന്റെ ലിപ്പുമാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് അങ്ങേരെ പറയുന്നത് ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ ഞാൻ കളയുന്നു.